ഗെയിംസിന്റെ ആവേശം നിറച്ച് തിരുവനന്തപുരം ഇന്ത്യയിൽ ആദ്യമായി സംഘടിപ്പിച്ച ഏഷ്യൻ ഗെയിംസ് ഫൺ റണ്ണിൽ ആയിരങ്ങൾ പങ്കാളിയായി. കായിക താരങ്ങളും വിദ്യാർത്ഥികളും പൊതുജനങ്ങളും അണിനിരുന്ന ഫൺ റൺ നഗരത്തെ കായികോത്സവ വേദിയാക്കി മാറ്റി. ഐച്ചി നഗോയ ഏഷ്യൻ ഗെയിംസിന്റെ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ഫൺ റൺ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച് സെൻട്രൽ സ്റ്റേഡിയത്തിൽ സമാപിച്ചു. ഇന്ത്യയിൽ ആദ്യമായാണ് ഏഷ്യൻ ഗെയിംസ് ഫൺ റൺ സംഘടിപ്പിക്കുന്നത്. ഇതോടെ ഫൺ റണ്ണിന് വേദിയായ ഏക ഇന്ത്യൻ നഗരമെന്ന നേട്ടവും തിരുവനന്തപുരത്തിന്. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാചരണത്തിന്റെ ഭാഗമായാണ് ഏകദേശം 10,000-ലധികം പേർ പങ്കെടുത്ത പരിപാടി സംഘടിപ്പിച്ചത്. കേരള ഒളിമ്പിക് അസോസിയേഷൻ, ഏഷ്യൻ ഒളിമ്പിക് കൗൺസിൽ, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ, സംസ്ഥാന സർക്കാർ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ഫൺ റൺ. The Asian Games are the biggest sporting event in Asia and a celebration of the talent, diversity and unity of our continent. In a few months, thousands of athletes from across Asia will gather in Japan to compete and showcase their abilities. I am sure that Aichi and Nagoya will host a memorable and successful Asian Games, and I extend my best wishes to the organizing committee and the people of Japan. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷ അധ്യക്ഷയായ ഉദ്ഘാടന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ, കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ, കായിക വകുപ്പ് മന്ത്രി ഒ ജെ ജനീഷ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ഒളിമ്പ്യൻ പി ആർ ശ്രീജേഷ് അടക്കമുള്ള കായിക താരങ്ങളുടെ സാന്നിധ്യവും പരിപാടിക്ക് മാറ്റുകൂട്ടി. സെപ്റ്റംബറിൽ ജപ്പാനിൽ നടക്കാനിരിക്കുന്ന ഐച്ചി നഗോയയിൽ നടക്കുന്ന 20ാമത് ഏഷ്യൻ ഗെയിംസിന്റെ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഫൺ റൺ. ഇമാജിൻ വൺ ഏഷ്യ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് ആയിരങ്ങൾ നഗരവീഥികളിലൂടെ ഓടിക്കയറിയത് കാഴ്ചക്കാരിലും ആവേശമുണർത്തി. ഇതോടെ ഇന്ത്യൻ കായിക ചരിത്രത്തിലെ മറ്റൊരു സുപ്രധാന അധ്യായത്തിന് തിരുവനന്തപുരം സാക്ഷ്യം വഹിച്ചു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.